എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അബൌട്ട് അജീഷ്. അപ്പോൾ ഈ അജീഷ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അജീഷ് ഇട്ട കമന്റ് ഞാൻ വളരെ കൃത്യമായിട്ട് വെച്ചതായിരുന്നില്ലേ. അതായത് ഞാനും എൻ്റെ ചേച്ചിയും കൂടെ ചെയ്തൊരു വീഡിയോ, ഒരു കോമഡി വീഡിയോൻ്റെ അകത്ത് ഈ അജീഷ് എന്ന് പറയുന്ന പരനാറി കമന്റ് ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വയറ് വന്നത് കണ്ടവരുടെ കൂടെ കിടന്നിട്ടാണ് എന്നുള്ളത്. എടാ നാറി, നീ ഉണ്ടല്ലോ എക്സ്പ്ലനേഷനോ നിന്റെ ഭാഗം ന്യായീകരിക്കാനോ അങ്ങനെയൊക്കെ വന്നു. ഒന്നെങ്കിൽ നീ എന്ത് പറയണം, ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, ഞാൻ അപ്പോഴത്തെ ആ ഒരു ഇതിൽ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടില്ല. പക്ഷെ തന്തയില്ലാത്തവനായ നീ എന്താ ചെയ്തത്? എൻ്റെ പൊന്നു ഗൈസ്, നിങ്ങൾക്ക് അറിയണോ ഇവനെന്താ ചെയ്തതെന്ന്? ഇവൻ പറയാണ് കണ്ടവന്റെ കൂടെ പോയി കിടന്നിട്ടാണ് എന്നുള്ളതല്ല അവൻ ഉദ്ദേശിച്ചത്. മോള് ഫുഡ് കഴിച്ചിട്ടായിരിക്കാം എന്നാണത്രേ. ഞാനുണ്ടല്ലോ അജീഷെ കുത്തിരുന്ന്, എനിക്ക് വേണ്ട 1/2 മണിക്കൂറാണ് ഞാൻ കളഞ്ഞ അജീഷെ. 1/2 മണിക്കൂർ ഞാനും ഈ മലയാളം ടൈപ്പിംഗ് കീബോർഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ കുറേ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കിയടാ. എന്നാലും നീ ഈ കണ്ടവന്റെ കൂടെ പോയി കിടന്നതും മോളെ പോയി ഫുഡ് കഴിക്കൂ എങ്ങനെ പോലും മാച്ച് ആവുന്നില്ലോടാ ചെറ്റേ. അതെങ്ങനെ അങ്ങനെ വരുന്നേ? നാറി പട്ടി, അതെങ്ങനെ? പണ്ടോരടങ്ങാൻ വേണ്ടി ചപ്പലിൽ ഒരു കോള് വന്നു ജിയോന്റെ സൈഡിൽ നിന്ന്. ഇന്ന് എനിക്ക് പോയിട്ടൊരു അബദ്ധം ആറാണ്ടിരിക്കട്ടെ. ഓക്കെ, അപ്പോ പിന്നെ നീ ഉണ്ടല്ലോ ന്യായീകരിക്കുമ്പോൾ കുറച്ചൊക്കെ ചിന്തിച്ചിട്ടൊക്കെ ന്യായീകരിക്കണം. അതവിടെ ഇരിക്കട്ടെ. നീ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നീ അങ്ങനെയല്ല പറഞ്ഞെന്നുണ്ടെങ്കിൽ നീ എന്തിനാടാ പേടിച്ചിട്ടാ കമന്റ് ഡിലീറ്റ് ചെയ്തത്? അജീഷേ ചെറ്റേ നാറി, നീ എന്തിനാ ഡിലീറ്റ് ചെയ്തേ? എനിക്ക് അതന്നെ അവിടെ എഡിറ്റ് ചെയ്താൽ മതിയായിരുന്നില്ലേ, ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ. ഞാൻ ചിന്തിക്കുന്ന അതല്ല അജീഷേ. പിന്നെ ഈ പറയുന്നത് പോലെ നിന്റെ വീട്ടുകാരുടെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവരെങ്ങനെയാണ് ഞായറാഴ്ച കുർബാന കൂടാൻ പോവാടാ എല്ലാരും? ഇനിയിപ്പോ ഈ ഞായറാഴ്ച അജീഷിന്റെ വീട്ടിലെങ്ങാനാണ് കുടുംബശ്രീകൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അജീഷിന്റെ വീട്ടുകാരുടെ അവസ്ഥ. മാൻ, എനിക്ക് നിന്നോട് ഭയങ്കരമായിട്ട് ഒരു സഹതാപവും ഇല്ല. എനിക്ക് എനിക്ക് എങ്ങനെ തന്നെ വേണം, മനസ്സിലായില്ലേ? അപ്പൊ ഇനി കമന്റ് ഇട്ടത് അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്നൊന്നും പറഞ്ഞു വരണ്ട അജീഷ്. നീ നാറി തൂറി അങ്ങനെ തന്നെ വേണമെന്ന് എനിക്ക് അത്ര പോരാ. ഇനി ആ ഒരു വീഡിയോന്റെ ചായത്ത് ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ബിയർ അടിച്ചിട്ടാണ് എനിക്ക് വയറ് വന്നതെന്നൊക്കെ. അതൊക്കെ ഞാൻ വളരെ ഈസി ആയിട്ട് ഭയങ്കര ഫണ്ണായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഞാൻ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. കുറച്ച് കമന്റ്സ് ഒക്കെ വേണം ഞാൻ ഇവിടെ വെക്കുക. അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കൈൻഡ് ഓഫ് സത്യം തന്നെയാണത്. പിന്നെ ബിയറൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം വയറൊക്കെ വെക്കും. നോട്ട് ദ പോയിന്റ്. ബിയർ ഒഴിവെക്കുക, വേറെ എന്തെങ്കിലും വല്ല വിസ്കി അടിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതൊന്ന് വിസ്കിയിലേക്ക് നമുക്ക് മാറാം. ഓക്കെ, പിന്നെ ഈ ബിയർ അടിച്ചിട്ടാണോ, പെഗ് വേണോ, ബിയർ വേണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ, എടാ തെണ്ടികളെ, നിങ്ങൾ കമന്റ് ബോക്സിൽ മാത്രം ചോദിക്കില്ല, കൊണ്ട് താ ഇങ്ങോട്ട്. ചേച്ചി 2 കൈയും നീട്ടിങ്ങ് സ്വീകരിക്കാം. ഒരു കർട്ടസിയും കൂടെ വേണമെങ്കിൽ സ്റ്റോറിയിൽ വെക്കാം. വിദേശത്തൊക്കെയുള്ള ആൾക്കാർ പല മണവാട്ടിയും പിന്നെ മന്ദാകിനിയും ഒക്കെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അതൊക്കെ ചേച്ചിക്ക് കൊണ്ടുതരണം. ഓക്കെ, അതൊക്കെ ഞാൻ ഫണ്ണായിട്ട് എടുത്തിട്ടുള്ളൂ. കാരണം ഒന്നും വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. അവർക്കും കമന്റ് ഇടുന്ന അവരും നല്ലപോലെ ബിയർ അടിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് അവർക്കത് മനസ്സിലാവുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്. പിന്നെ കുറച്ച് ആൾക്കാർ വന്ന കമന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അയ്യോ അമ്മേനെയും പെങ്ങളെയും ഒക്കെ പറഞ്ഞത് ഒരല്പം അങ്ങോട്ട് കൂടിപ്പോയില്ലേ എന്നുള്ളതാണ്. ആണോ? അത്രയ്ക്ക് അങ്ങോട്ട് ദണ്ണാണോ നിങ്ങൾക്ക്? അപ്പം ഞാനൊരു സ്ത്രീയല്ല, ഞാൻ പെൺകുട്ടിയല്ല, ഞാൻ 10-28 വയസ്സുള്ള സ്ത്രീയാണ്. ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മകളാണ്, എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയാണ്, നാളെ ഒരു അമ്മയാവാൻ പോകുന്ന ഒരാളാണ്. അപ്പം അത് നിങ്ങൾക്ക് വിഷയമല്ല. ഈ അജീഷ് എന്താ മുമ്പ് പിന്നെ എനിക്ക് കസ്റ്റമറെ കൊണ്ടുതരുന്ന പരിപാടിയാണ് ഇവനുണ്ടായത്? അങ്ങനെയാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്നെ കുറിച്ച് തോന്നിയ മാസം പറഞ്ഞിട്ട് ഞാനത് കേട്ട് നിൽക്കണം എന്നാന്നോ? ഓണ് ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അന്തസ്സായിട്ട് അങ്ങോട്ട് സ്വീകരിക്കും. അതങ്ങനെയല്ല, എൻ്റെ രീതി അങ്ങനെയല്ല, മനസ്സിലായില്ലേ? പിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ആണുങ്ങളോടാണ് പറയാനുള്ളത് കേട്ടോ. ഇവരുടെ ഒക്കെ ID പെൺമക്കളുള്ള അച്ഛന്മാരൊക്കെ നോട്ട് ചെയ്യണം, കുട്ടികളെ നിങ്ങളും. കാരണം മെയിൽ ഷോവനിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരൊക്കെ. ഇവരെങ്ങനെയാണോ ഇവനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെങ്ങനെയാണെന്ന് അറിയോ? സ്ത്രീകൾ, പെൺകുട്ടികൾ, സ്ത്രീ എന്ന് പറയുന്നത് ഈ പറയുന്ന ഹറാസ് ചെയ്യപ്പെടേണ്ട വിഭാഗമാണ്, പീഡിപ്പിക്കപ്പെടേണ്ട വിഭാഗമാണ്, നരകിക്കപ്പെടേണ്ട വിഭാഗമാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ ഇവനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതേപോലെ ഇവനെപ്പോലെ കാമപ്രാന്തുള്ള ഒരു വടിക്ക് തുണി ചുറ്റിയാൽ പോലെ അതിനെ കയറി പിന്നെ അങ്ങ് പീഡിപ്പിച്ചേക്കാമെന്ന് തോന്നുന്ന ടീമാണ്. അവരൊക്കെ നോട്ട് ചെയ്ത് വെക്കണം.
കാരണം നാളെ നിങ്ങളുടെ മകളെ പെണ്ണന്വേഷിച്ച് വന്നേക്കാം, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ കണ്ടേക്കാം. അപ്പോൾ മുഖത്ത് തുപ്പണം. പിന്നെ ഇവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച കുറച്ച് സ്ത്രീകൾ എന്ന് പറയപ്പെടുന്ന കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളോട് എനിക്ക് പറയാനുള്ള എന്താണെന്നറിയോ, ദൈവം എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ ഒരു മകൾ ജനിക്കട്ടെ. അത് പറഞ്ഞ പോലെ മകളോ ഈ പറഞ്ഞ നിങ്ങളെ അമ്മയെയോ നിങ്ങളുടെ കുടുംബത്തിൽ അത്രയും നിങ്ങളുടെ പെങ്ങളെയോ കുടുംബത്തിൽപ്പെട്ട അത്രയും അത്രയും വേണ്ടപ്പെട്ട ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ വീഡിയോ നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യുകയും ഒരു കോമഡി റീലിൻ്റെ താഴെ ഇതുപോലെ കമൻറ്റ് വരികയും അത് കണ്ട് മനം നൊന്ത് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാലും നീയൊക്കെ പറയണം കേട്ടോ. നീയൊക്കെ അന്ന് ആ കമൻ്റ് ഇട്ടവനെ സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാമപ്രാന്തന്മാര് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും പിച്ച് ചീന്തിയാലും ഈ പറഞ്ഞ പോലെ യോനി ഭാഗങ്ങളിലേക്ക് മറ്റേ കമ്പിപ്പാറ കയറ്റി കൊന്നു കഴിഞ്ഞാലും നിങ്ങൾ പറയണം അവനായിരുന്നു ശരി. സ്ത്രീവർഗം പീഡിപ്പിക്കപ്പെടേണ്ടവരാണ്, ഹറാസ് ചെയ്യപ്പെടേണ്ടവരാണ്, മെന്റലി ഡിസ്ട്രോയ് ചെയ്യപ്പെടേണ്ടവരാണ് നിങ്ങൾ പറയണം. ആ സ്ത്രീകളെയും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. മക്കളെ ഒന്നും ആ ഭാഗത്തേക്കൊന്നും വിടരുത്. ആൺമക്കളെ അടക്കം ഈ സ്ത്രീകൾ പിടിച്ച് തിന്നും. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഏത് അജീഷേ, നിന്നോട് എനിക്ക് പറയാനുള്ളത്, തന്തയില്ലാത്തരം പോലെ അലങ്കാരമായൊന്നും കൊണ്ടുകിടക്കല്ല അജീഷേ ട്ടാ. തന്തയില്ലാത്തവനെ ചത്തൂടെ ഇടന്ന് എനിക്കെല്ലാം. കാണുമ്പോൾ ഒരു 10-40 വയസ്സുള്ള പോലെ ഉണ്ടല്ലോ. ആ വയസ്സിന്റെ പക്വതയെങ്കിലും നിനക്കൊന്നും കാണിക്കായിരുന്നില്ലേ? വന്ന് ന്യായീകരിക്കുകയാണവൻ. അയ്യോ ഞാൻ കൊച്ചിനോട് അങ്ങ് ഫുഡ് കഴിക്കാൻ അങ്ങ് പറഞ്ഞു. നീ ആരാ, അംഗനവാടിയിലെ ടീച്ചറോ? കൊച്ചുങ്ങളെയൊക്കെ ഫുഡ് കഴിപ്പിക്കാൻ? നിന്നെ ഞാൻ കഴിപ്പിക്കുന്നുണ്ട് കേട്ടോ. പറഞ്ഞോറി ചെറ്റേ. ആൻഡ് യെസ് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്ന വേറൊരു കാര്യമാണ്, ഈ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമന്റ്സ് വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇതുപോലെ ഫോട്ടോസ് വെച്ച് റിയാക്ട് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്, എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ ഏകദേശം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് വർഷം 6 ആദ്യം 2020 കാലഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഇന്ത്യൻ നിയമത്തെ വിശ്വസിച്ച് 7ഓളം പരാതി കൊടുത്ത വ്യക്തിയാണ് ഞാൻ. അതറിയോ നിങ്ങൾക്ക്? 2020 തൊട്ടിട്ട് അതിൽ ഏതൊക്കെ കേസ് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, എത്ര പേർക്ക് ശിക്ഷ ലഭിച്ചിട്ടുണ്ട്, എനിക്ക് നീതി കിട്ടിയോ നിങ്ങൾ അന്വേഷിച്ചോ? നിങ്ങൾ ചോദിച്ചോ? ഞാൻ ആദ്യകാലങ്ങളിൽ അങ്ങനെയായിരുന്നു. ഞാൻ വേഗം എനിക്ക് ഇതുപോലെയുള്ള വൾഗറായിട്ടുള്ള ത്രട്ടണിങ് ആയിട്ടുള്ള സ്ലഡ് ഷെയ്മിങ് ആയിട്ടുള്ള കമന്റുകളൊക്കെ വരും. ഞാൻ അവരുടെ പ്രൊഫൈൽ എടുത്തിട്ട് നേരെ സൈബർ സെല്ലിലോട്ട് പോകും, റിട്ടേൺ കംപ്ലൈന്റ് എഴുതി കൊടുക്കും, വരും. അതവിടെ കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അയ്യോ ഇന്ന് നീതി കിട്ടും, നാളെ നീതി കിട്ടും, മറ്റന്നാൾ നീതി കിട്ടും. ഒരു മണ്ണാങ്കട്ടിയും കിട്ടിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പറഞ്ഞ പോലെ നീതി കിട്ടും, അത് കിട്ടും, ഇപ്പം ഇവനെയൊക്കെ ഒരു ശിക്ഷിക്കും, നമ്മൾ തന്നെ കൊടുത്തേക്കാം. അപ്പൊ എനിക്കൊരു സമാധാനമാണ്. ഇവനെയൊക്കെ 4 ആള് കാണും. എന്റെ പ്രൊഫൈൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 100,000 പേര് എന്തായാലും കാണും. ഇവന്റെ നാട്ടിലുള്ള 2 പേരെങ്കിലും കാണും. അത് മതി. അപ്പൊ ആ 2 പേര് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ നാട്ടുകാരുടെ സ്വഭാവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് മൊത്തം ഇങ്ങനെ സ്പ്രെഡ് ആവും, നാറണക്കല്ലെടുക്കും. അപ്പൊ കിട്ടുന്നൊരു മനോസുഖം ഉണ്ട് എനിക്ക്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കാൻ നിൽക്കരുത്. ഞാൻ ഒരുപാട് സൈബർ കേസുകൾ കൊടുത്ത് അതിൻ്റെ പിന്നാലെ പോയി ഏകദേശം 5-6ഓളം ചെരുപ്പുകൾ തയഞ്ഞ് ഏകദേശം ഒരു 2-3 ലക്ഷത്തോളം ഉള്ള പെട്രോളിൻ്റെ പൈസ കളഞ്ഞു. പെട്രോള്, ഫുഡ്, അതിനേക്കാൾ വിലപ്പെട്ട എൻ്റെ സമയം അടക്കം ഞാൻ മെനക്കെടുത്തിയിട്ടുണ്ട്. ഒരു നീതിയും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടുമാണ്, നിങ്ങൾ സൈബർ ഇടങ്ങളിൽ നേരിടുന്ന എന്തുമാവട്ടെ, മോർഫിംഗ് ആവട്ടെ, ഈ പറയുന്ന പോലെ ബാഡ് കമന്റ് ആവട്ടെ, ത്രട്ടണിങ് ആവട്ടെ, സ്ലഡ് ഷെയ്മിങ് ആവട്ടെ, എന്തുമാവട്ടെ, നീതി കിട്ടുമെന്ന് വിചാരിച്ച് എൻ്റെ വീഡിയോ കാണുന്ന ഒരാളും നിൽക്കണ്ട. കിട്ടില്ല. ഒരു പുണ്ണാക്കും കിട്ടില്ല, ഒരു ചുക്കും ചുണ്ണാമ്പും കിട്ടില്ല. ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ഉള്ളൂ.